അഭിഷേക് ശ്രീകുമാർ ദ മാൻ ഓൺ ഫയർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നോമിനേഷൻ കണ്ട എല്ലാവർക്കും അറിയാം, അധികം ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് അഭിഷേകിനെയാണ്. അതായത് നമ്മുടെ ജിൻഡോ ലാസ്റ്റ് 3 ആഴ്ചയായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഒരൊറ്റ വാക്കുകൊണ്ട് അഭിഷേക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. എല്ലാവരെയും ടാർഗറ്റ് ഇപ്പം അഭിഷേകാണ്. കാരണം വന്ന് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയി മാറാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അഭിഷേക് എന്ന്. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുന്നത് പൊട്ടന്മാരെന്നേ പറയാനുള്ളൂ. കാരണം വന്നതും തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അഭിഷേകിനുള്ള പുറത്തത്തെ സപ്പോർട്ട് കൂടുന്നുള്ള കാൽക്കുലേഷൻ പോലും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കില്ല. വന്ന പാടെ പുള്ളിയുടെ സ്ട്രാറ്റജി നന്നായിട്ട് വർക്കൗട്ട് ആയി തന്നെ പറയേണ്ടി വരും. കാരണം വളരെ കുറച്ച് നേരം കൊണ്ട് പുള്ളി വിചാരിച്ച കാര്യത്തിലേക്ക് എത്തിക്കാൻ പുള്ളിക്ക് പറ്റി. ബാക്കി എല്ലാവരും ആ ട്രാപ്പിൽ വീഴുകയും ചെയ്തു. ഞാൻ ഈ ഒരു ഫയർ എക്സ്പെക്ട് ചെയ്തത് സീക്രട്ട് ഏജന്റിന്റെ അടുത്തായിരുന്നു. പക്ഷെ എന്താ പറയാനാ, ടോട്ടൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി ഈവൻ ഇൻ ദ നോമിനേഷൻ. പക്ഷെ ഈ പയ്യൻ പൊളിക്കും. ഒരു എക്സാക്ട് ബി മെറ്റീരിയൽ. പുറത്തത്തെ പല കാര്യങ്ങളും പല അഭിപ്രായങ്ങളോടും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എന്നാലും ബി ഷോയ്ക്ക് പറ്റിയ ഒരാളായിട്ടാണ്